നെടുവത്തൂരിൽ കിണറ്റിൽ വീണ യുവതിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 3 പേർ മരണമടഞ്ഞ സംഭവം കേരളക്കരയെ നടുക്കിയിരിക്കുകയാണ്. മദ്യലഹരിയിലായിരുന്ന ഒരു സുഹൃത്തിന്റെ അശ്രദ്ധയും ഫയർഫോഴ്സ് നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചതുമാണ് ഈ കൂട്ട മരണത്തിലേക്ക് നയിച്ചതെന്ന വിവരങ്ങൾ ദുരന്തത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. 80 അടി താഴ്ചയുള്ള കിണറ്റിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ സംഭവിച്ച ഈ ദുരന്തം രക്ഷാപ്രവർത്തകരുടെ ജീവന്റെ വിലയെക്കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു. നെടുവത്തൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം പുലർച്ചെ 12 മണിയോടെയാണ്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിലെ ധീരനായ അംഗം ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ, കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിനി അർച്ചന, അവരുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. രക്ഷാപ്രവർത്തനത്തിനിടെ കിണറ്റിന്റെ കൈവരി ഇടിഞ്ഞു വീണതാണ് കൂട്ടമരണത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന്റെ തുടക്കം അർച്ചനയും സുഹൃത്ത് ശിവകൃഷ്ണനും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ്. കുറച്ച് ദിവസങ്ങളായി ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം. ഇരുവരും തമ്മിലുണ്ടായ രൂക്ഷമായ തർക്കത്തെ തുടർന്ന് അർച്ചന വീടിനടുത്തുള്ള കിണറ്റിലേക്ക് ചാടുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ അർച്ചനയുടെ കുട്ടികളും വീട്ടിലുണ്ടായിരുന്നു. യുവതി കിണറ്റിൽ ചാടിയതിനെ തുടർന്ന് ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചത്. ഉടൻ തന്നെ കൊട്ടാരക്കര ഫയർ സ്റ്റേഷനിൽ നിന്ന് സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം സ്ഥലത്തേക്ക് എത്തിച്ചു. ഫോൺ കോൾ ലഭിച്ച ഉടൻ ഫയർ സ്റ്റേഷനിലെ മറ്റ് യൂണിറ്റ് അംഗങ്ങൾക്കൊപ്പം സോണി എസ് കുമാർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുമ്പോൾ 80 അടി താഴ്ചയുള്ള കിണറ്റിൽ അർച്ചനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നു. കിണറിന്റെ ആഴവും ചുറ്റുമുള്ള സാഹചര്യങ്ങളും വിലയിരുത്തിയ ശേഷം രക്ഷാപ്രവർത്തകർ യുവതിയുമായി സംസാരിക്കുകയും രക്ഷിക്കാനുള്ള സാധ്യതകൾ ആരായുകയും ചെയ്തു. അപകടത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കിയ സോണി റോപ്പ്, ലൈഫ് ലൈൻ തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അർച്ചനയെ രക്ഷിക്കാനായി കിണറ്റിന്റെ ആഴത്തിലേക്ക് ധൈര്യസമേതം ഇറങ്ങി. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം മുന്നോട്ട് പോവുകയായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ദുരന്തം സംഭവിച്ചത്. യുവതിയെ മുകളിലേക്ക് കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ കിണറിനോട് ചേർന്നിരുന്ന ശിവകൃഷ്ണൻ നിന്ന ഭാഗത്തെ പഴയ കൈവരി പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയ കർശനമായ മുന്നറിയിപ്പ് ലംഘിച്ചാണ് ശിവകൃഷ്ണൻ കിണറ്റിന്റെ കൈവരിയിൽ ചാരി ടോർച്ചുമായി നിന്നതെന്നാണ് റിപ്പോർട്ടുകൾ. കിണർ പഴക്കമുള്ളതാണെന്നും കൈവരി ദുർബലമാണെന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞിരുന്നു. മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചതാണ് അപകടത്തിന്റെ മുഖ്യ കാരണം. കൈവരി ഇടിഞ്ഞ് പാറക്കഷ്ണങ്ങൾ കിണറ്റിനുള്ളിലേക്ക് പതിച്ചതോടെ താഴെയുണ്ടായിരുന്ന സോണി കുമാറിനും അർച്ചനയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. ഇടിഞ്ഞ കൈവരിയുടെ ഭാഗം നിന്ന് ശിവകൃഷ്ണനും ബാലൻസ് നഷ്ടപ്പെട്ട് കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നിമിഷങ്ങൾക്കകം എല്ലാം തകർന്നു വീണു. ഗുരുതരമായി പരിക്കേറ്റ സോണി കുമാറിനെ ഉടൻ തന്നെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തെങ്കിലും അപ്പോഴേക്കും മസ്തിഷ്ക മരണം സംഭവിച്ചതായി നാട്ടുകാർ പറയുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട സോണി കുമാറിന്റേത് ധീരമായ അന്ത്യമായിരുന്നു. തുടർന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ അർച്ചനയുടെയും ശിവകൃഷ്ണന്റെയും മൃതദേഹങ്ങൾ പുറത്തെടുത്തു. 3 പേരുടെയും മരണകാരണം കിണറ്റിലെ കൈവരി ഇടിഞ്ഞു വീണ പാറക്കഷ്ണങ്ങൾ തലയിൽ പതിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ശിവകൃഷ്ണന്റെ അശ്രദ്ധ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. കിണറ്റിന്റെ പരിസരത്തു നിന്ന് മാറണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും മദ്യലഹരിയിലായിരുന്ന ശിവകൃഷ്ണൻ അത് ചെവിക്കൊണ്ടില്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച ഒരു വ്യക്തിയുടെ അശ്രദ്ധ 3 ജീവനുകൾ അപഹരിക്കുന്ന ദാരുണമായ കാഴ്ചയ്ക്കാണ് നെടുവത്തൂർ സാക്ഷ്യം വഹിച്ചത്. 3 കുട്ടികളുടെ അമ്മയാണ് മരണപ്പെട്ട അർച്ചന. അമ്മയുടെ ദാരുണമായ അന്ത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന കുട്ടികളുടെ അവസ്ഥ അതീവ ദുഃഖകരമാണ്. നിലവിൽ കുട്ടികളെ ബന്ധുക്കളുടെ സംരക്ഷണയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സോണി എസ് കുമാറിന്റെ മരണം ഫയർഫോഴ്സ് യൂണിറ്റിനും നാട്ടുകാർക്കും ഒരുപോലെ ആഘാതമായി. തന്റെ ജീവൻ പോലും വകവെക്കാതെ മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിച്ച ഒരു ധീരനായ രക്ഷാപ്രവർത്തകനെയാണ് സേനയ്ക്ക് നഷ്ടമായത്. സംഭവം തീവ്രമായ സാഹചര്യമായതിനാൽ ജില്ലാ ഭരണകൂടം സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. കിണറ്റിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ, മരണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷണത്തിൽ വ്യക്തമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ദുരന്തം ഒരു വലിയ പാഠമാണ് നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ പൊതുജനവും രക്ഷാപ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം. ഒരു ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനെ മറ്റൊരു ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയുടെ അശ്രദ്ധ കാരണം 3 പേരുടെ ജീവൻ നഷ്ടമായ ഈ സംഭവം നെടുവത്തൂരിന്റെ ദുഃഖമായി എന്നെന്നും നിലനിൽക്കും. രക്ഷാപ്രവർത്തനത്തിൽ ജീവൻ വെടിഞ്ഞ സോണി കുമാറിന്റെ ധീരതയെ, എന്നാൽ ഒരുമിച്ച് ജീവിച്ചിരുന്നവർ തമ്മിലുണ്ടായ തർക്കവും അതിനെ തുടർന്നുണ്ടായ ദുരന്തവും മദ്യലഹരിയുടെ അശ്രദ്ധയും ഈ സംഭവത്തിന്റെ വേദനയെ ഇരട്ടിയാക്കുന്നു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി എസ് കുമാർ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇറങ്ങിയത് സ്വന്തം സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷമായിരുന്നു. എന്നാൽ പ്രതീക്ഷിക്കാത്ത ഒരു ഘടകമാണ് ദുരന്തത്തിന് വഴിമരുന്നിട്ടത്. അനുസരണക്കേട് ഒരു ദുരന്തമായി പരിണമിച്ചതിന്റെ നേർ ചിത്രമാണിത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ വേർപാട് താങ്ങാനാവാത്ത ഒന്നാണ്. പ്രത്യേകിച്ച് 3 കുട്ടികളുടെ അമ്മയായ അർച്ചനയുടെ മരണം അവരുടെ കുട്ടികളെ അനാഥരാക്കി. നിയമപരമായ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ നഷ്ടപ്പെട്ട ജീവനുകൾക്ക് തുല്യമായി മറ്റൊന്നുമില്ല. കേരളത്തിലെ രക്ഷാപ്രവർത്തന ചരിത്രത്തിലെ ദാരുണമായ ഒരു അധ്യായമായി ഈ സംഭവം മാറിയിരിക്കുന്നു.